ഹലോ, വെൽക്കം ടു മാംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഒരു 3-4 ദിവസമായില്ലേ ഇപ്പോൾ നമ്മൾ കണ്ടിട്ട്. കുറച്ചൊരു ബിസി ആയിട്ടാണ്. നമ്മൾ അടുത്ത് തന്നെ മൂത്താപ്പാൻ്റെ പേരക്കുട്ടിയുടെ കല്യാണമായിരുന്നു. അപ്പോൾ പോക്കും വരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് വൈകിയതാണ്. എന്തായാലും നമ്മൾ ഞായറാഴ്ചയിലെടുത്ത കുറച്ച് വിശേഷങ്ങളുണ്ട്, അതൊക്കെ നമുക്കിന്ന് കാണാം. രാവിലെ ഞാൻ മുകളിലോട്ട് കിടന്നിരുന്നപ്പോൾ പുറത്തേക്ക് നോക്കുകയാണ്. രാവിലെ എണീറ്റിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമാണല്ലേ കാണാൻ. പിന്നെ കിളികളുടെ സൗണ്ട് ഉണ്ടല്ലോ, അത് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ രാത്രി കുറച്ച് വൈകിട്ടാണ് കിടന്നത്. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയി വന്ന് കിടന്നപ്പോഴത്തേന് കുറച്ച് ടൈം എടുത്ത്. അപ്പോൾ ഞാൻ എണീക്കാനും കുറച്ച് വൈകിട്ടുണ്ട്. രാത്രിയിൽ നേരത്തെ കിടക്കുകയും ചെയ്യുക, രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്യുക. അതാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു ശീലം എന്ന് പറഞ്ഞേട്ടാ. അങ്ങനെ നമുക്ക് ശീലമായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ട്. നേരം വൈകിയ കാരണം കൊണ്ട് തന്നെ ഇന്ന് കിച്ചണിലൊന്നും കയറാൻ നിന്നിട്ടില്ല. വേഗം സിറ്റ് ഔട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിക്കാണ്. അപ്പോൾ രാവിലെ നമുക്കൊന്ന് നേരത്തെ ഒരു 5 മണി സമയത്തെങ്കിലും മിനിമം നമ്മൾ എന്താ പറയുക, എണീക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് ഒരു എനർജി നമ്മളെ മനസ്സിലിങ്ങോട്ട് വരും. രാവിലെ എണീച്ചിട്ട് സുബഹിസ്കരിക്കാതെയാണ് നമ്മളൊരു ദിവസം അങ്ങോട്ട് തുടങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സമാധാനം നമുക്കുണ്ടാവില്ല. രാവിലെ എണീച്ചൊന്ന് സുബഹൊക്കെ നിസ്കരിച്ച് ഒന്ന് ഖുർആൻ ഓതി ഒരു 5 മിനിറ്റ് ഖുർആൻ ഓതിയാൽ മതി. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക, യോഗ ചെയ്യുക. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് സമാധാനത്തോടു കൂടി അടുക്കളയ്ക്ക് കയറട്ടെ നമുക്ക്. അല്ലെങ്കിൽ നമ്മുടെ ഓരോരോ പണികളായിട്ട് നമുക്ക് തുടങ്ങാം. ഇന്നലെ ഒരു പണിക്കാരനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഒരു മാവിൻ്റെ തൈ ഉണ്ടല്ലോ, അതിനൊന്ന് ചുറ്റുവറം കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫില്ലറൊന്ന് പൊന്തിക്കാണ്ടായിരുന്നു കേട്ടോ. ഗേറ്റിൻ്റെ മുകൾക്കായിട്ട് ഫില്ലറൊന്ന് പൊന്തിക്കാണ്ടായിരുന്നു. താൽക്കായിട്ടുള്ള പണികൾ കുറേശ്ശെ ആയിട്ടാണ് ചെയ്യൽ. അപ്പോൾ അങ്ങനെ അതിന് ആളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കൊണ്ടുപോയിട്ട് പിന്നെ അത് അടിച്ചു വരികയാണ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം നേരത്തെ എണീക്കാൻ തന്നെയാണ്. നേരത്തെ എണീച്ചിട്ട് നമുക്കൊന്നിങ്ങനെ ശീലമായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ദിവസമൊക്കെ അതിൽ മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ പോലെ കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് കിട്ടുന്നത് ഒരു മനസ്സമാധാനം തന്നെയാണ്. എന്താണെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെണ്ണുങ്ങളിങ്ങനെ ധൃതി പിടിച്ചിട്ടാണ് അടുക്കളയ്ക്ക് ഓടല്ലേ. പിന്നെ നമ്മളെ കാര്യത്തിനൊന്നിനും നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മൾ ശരിക്കും നിസ്കാരം കറക്റ്റാവില്ല, ഭക്ഷണം കറക്റ്റാവില്ല, നമ്മളെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എണീച്ചിട്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റൂട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് സാവധാനത്തിൽ നമുക്ക് കിച്ചണിലേക്ക് വരാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പണികൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ തുടങ്ങാം. പിന്നെ എണീറ്റ് വന്നിട്ട് നമുക്ക് അടുക്കളയിൽ കയറിയിട്ട് ഒരു ഗ്ലാസ് നേര് ചൂടുവെള്ളം അല്ലെങ്കിൽ വെറും വയറ്റിൽ എന്താണ് നമ്മൾ കഴിക്കണമെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കഴിക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പണികൾ തുടങ്ങി വെച്ചാൽ മതി. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ഒരു റിലാക്സായിട്ട് നമുക്കൊരു ആശ്വാസത്തിൽ പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ എണീക്കുക തന്നെ വേണം. നമ്മുടെ മുറ്റത്തിന് കുറേ പണികൾ ഇനിയും ബാക്കിയിട്ടിട്ടൊക്കെ എടുക്കണേ. അപ്പോൾ മതിലും കാര്യങ്ങളൊക്കെ ആകെ മോശമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ തെങ്ങുള്ള കാരണം കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കേടാവണം കേട്ടോ. നമ്മൾ ഈ ഭാഗത്ത് തെങ്ങ് കുറച്ച് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഇങ്ങനെ വീടിൻ്റെ 4 സൈഡിലൊക്കെ തെങ്ങ് തന്നെയാണ്. അപ്പോൾ അതുമെന്ന് ഇങ്ങനെ ഓലമെന്ന് ഇങ്ങനെ വെള്ളം വീണിട്ടാണ് ഈ മതിലുകൾ പെട്ടെന്ന് നാശമാവണം. അപ്പോൾ ഇനി ഒരു വെയിലൊക്കെ തെറിക്കണ സമയത്ത് ഞാൻ നല്ല ചൂടുള്ള ഒരു സമയത്ത് ഇതൊക്കെ ഒന്ന് കഴുകിയിട്ടൊന്ന് പെയിൻ്റ് അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട്. അതാണ് ഞാൻ നമ്മളെ ഗാർഡൻ വീഡിയോ കാണിക്കുമോ എന്നൊരു കൂട്ടുകാർ ഇങ്ങനെ ചോദിക്കലുണ്ട്. ഗാർഡൻ ആയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. കുറച്ചും കൂടി ഒരു ഐഡിയ ഉണ്ടിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ. നമ്മൾ ആ മാവിൻ്റെ അവിടെ കെട്ടി കൊടുത്തെന്ന് പറഞ്ഞല്ലോ, അവിടെ ഞാനൊരു ബെഞ്ച് വെക്കണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. ഇൻഷാ അല്ലാഹ് നടക്കുമായിരിക്കും. ഊഞ്ഞാലാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഊഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ കൊണ്ടുപോകാൻ കുറച്ചൊരു പ്രയാസമായിരിക്കും. അപ്പോൾ എന്തായാലും വെക്കണം. രാവിലെ എണീറ്റിട്ടൊന്ന് പോയിട്ട് നിൽക്കാനും നല്ല കിളികളുടെ സൗണ്ട് കേൾക്കാനും എന്താ പറയുക, ഒന്ന് റിലാക്സായിട്ട് മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ പോയിരിക്കുന്നത് നല്ലതാണ്. കണ്ണിന് നല്ലതാണ് കേട്ടോ. നമ്മളെ ഈ പച്ചപ്പുള്ള കാര്യങ്ങൾ രാവിലെ എണീറ്റ ഉടനെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കണ്ണിന് ഭയങ്കര നല്ലതാണ്.
മോന് രാവിലെ തന്നെ തോട്ടിൽ പോയിട്ട് മീനൊക്കെ പിടിച്ച് വന്നിക്കണ്ട. അവന് സ്കൂളില്ലാതായി കഴിഞ്ഞാൽ ഇപ്പം അവൻ്റെ സ്ഥിരം പരിപാടി ഇതാണ്. കുട്ടികളെ കൂട്ടിയിട്ട് തോട്ടിൽ പോയിട്ട് മീനെ പിടിച്ച് കൊണ്ടുവരിക, എന്നിട്ട് അവൻ്റെ കുളത്തിൽ കൊണ്ടുവന്നിട്ടാ. ഇവിടെ ഒരു ഫിഷ് പോണ്ട് ഉണ്ട്. അതിൽ ഞാൻ കുറേ ഗപ്പികളും കുറേ കളർ മീനുകളൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. മുന്നത്തെ വീഡിയോസിലൊക്കെ അത് കാണാം. ഇപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവന് എന്താ കരുതുന്നത്, വീണ്ടും അതിൽ വെള്ളം നിറച്ചിട്ട് അവൻ ഇതേപോലെ അവിടെ നിന്നൊക്കെ മീനെ പിടിച്ചു കൊടുത്തിട്ട് ഇതിലിടുക. ഇതാണ് ഇപ്പോൾ ഇവരുടെ പരിപാടി. അതിന് ചെറിയൊരു ലീക്ക് ഉണ്ട് നമ്മൾ ആ ഫിഷ് പോണ്ടിന്. അപ്പോൾ അതൊന്ന് ശരിയാക്കാനുണ്ട്. അങ്ങനെ കുറേ പണികൾ നമ്മളെ മുറ്റത്ത് ബാക്കിയുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കുറേശ്ശായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റണുള്ളൂ. അപ്പോൾ അത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പണികളും നമ്മൾ ഫിഷ് പോണ്ട് ശരിയാക്കണതും പിന്നെ അങ്ങനെയുള്ള ഓരോ പണികളും ഞാൻ നിങ്ങളായിട്ട് കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നലെ ഇവർ വന്നിട്ട് ഇതങ്ങനെ കെട്ടി തന്നതായിരുന്നത്. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുൻഭാഗം ശരിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളയിൽ വന്നിട്ടുണ്ട്. ഇന്ന് മസാല ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള മസാല ഫസ്റ്റായിട്ട് ഉണ്ടാക്കണം. ഉരുളൻകിഴങ്ങിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കണ്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 വിസിലടിച്ചാൽ അത് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ അതിൻ്റെ മസാല റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് 2 ഉണക്കമുളകൊന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് കണ്ട് വഴറ്റിയെടുക്കും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ട്, ഉരുളൻകിഴങ്ങിലിട്ടുണ്ട്. എന്നാലും ഈ വലിയ ഉള്ളിക്ക് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഒരു 1/4 സ്പൂൺ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് ഒന്ന് നന്നായിട്ട് ഉടച്ചിട്ട് മസാല ഒക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കിഴങ്ങ് മസാല ദോശയിൽ എന്തായാലും വേണമല്ലേ. ഇനിയിപ്പോൾ സാമ്പാർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചട്നി ചമ്മന്തി അതൊന്നും മോൻ കഴിക്കൂല. ആകെ മസാല ദോശത്തെ മസാലയാണ് കഴിക്കൽ. അത് കൂട്ടിയിട്ടാണ് അവൻ മസാല ദോശ കഴിക്കട്ടെ. മോൻ്റെ പേര് ജിനു എന്നാണ് കേട്ടോ. മക്കളെ പേര് മുന്നേ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്കിപ്പോൾ അതൊന്നും അറിയില്ല. മോൾക്ക് വലിയ ഇഷ്ടമില്ല. അവൾ പറയും അങ്ങനെ എൻ്റെ പേരൊന്നും പറയണ്ട എന്നൊക്കെ പറയും. അങ്ങനെ മോനെ ജിനു എന്നാണ് വിളിക്കൽ. ജിനാൻ എന്നാണ് ഫുള്ളായിട്ട് പേര്. ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ഈ കിഴങ്ങ് വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മതിട്ടാ. അങ്ങനെ സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മളെ മസാല റെഡിയാവും. പിന്നെ നമ്മളെ മാവ് ഇന്നലെ അരച്ച് വെച്ച മാവായിരുന്നു. അപ്പോൾ ഇത് രാവിലെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് പൊങ്ങി വരുവാണല്ലേ. എല്ലാ വീട്ടമ്മമാർക്കും തന്നെ ആയിരിക്കും. പിന്നെ അതിലേക്കുള്ളൊരു ചട്നി ഇട്ടാ. ഒരു വലിയുള്ളി, ഒരു തക്കാളി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ഈ അരച്ചത് കൂടെ ആയിരിക്കണം ചേർത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു ചട്നി ഉണ്ടാക്കാം. നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന അതേ ചട്നിയാണ് ഇട്ടത്. ഒരു ചമ്മന്തി മാതിരി ഉണ്ടാവുമല്ലോ, അതാണത്. ഇനി സാമ്പാർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ സാമ്പാറിന് കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ട്. ഉള്ളതൊക്കെ വെച്ചിട്ടൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് ആദ്യം പരിപ്പ് ഒന്നുകൊണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേവ് കുറവുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്നിച്ചിടാൻ എഴുതിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഒരു 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്. പിന്നെ നമ്മൾ സാമ്പാർ പൊടി ഒരു 3 സ്പൂൺ, ചെറിയ സ്പൂണായ കാരണം കൊണ്ട് 3 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള പുളിവെള്ളം എടുത്തിട്ടുണ്ട്. ബാക്കി കഷ്ണങ്ങളൊക്കെ കൂടി മൊത്തത്തിലാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും കൂടി ഒരുമിച്ചിട്ട് വേവാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒറ്റ വിസിൽ മതി. ഇനി നമ്മൾ പരിപ്പ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വിസിലേ ഞാൻ സാമ്പാറിന് അടിക്കലുള്ളൂ, അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവും. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കും നമുക്ക് സാമ്പാർ തന്നെ ആക്കാമെന്ന് എഴുതിയിട്ടാണ് ചോറക്ക്. അപ്പോൾ ഒറ്റ പ്രാവശ്യം കയ്യെല്ലാം കറി വെക്കല്ലേ. പിന്നെ ഇന്ന് മീനും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. മീനോ ചിക്കനോ ഒന്നും ഇല്ല. അപ്പോൾ ഉച്ചക്ക് നമ്മൾ എന്താ പറയുക, ഇതാണ് കോളിഫ്ലവറാണ്. കോളിഫ്ലവർ ഫ്രൈ ആക്കിയതും സാമ്പാറും പപ്പടം പൊരിച്ചതും മുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് എഴുതുന്നുണ്ട് ഉച്ചക്ക്. അപ്പോൾ ഈ കോളിഫ്ലവർ പൊരിച്ചക്കലും സാമ്പാർ ഉണ്ടാക്കലൊക്കെ ഒരുമിച്ചാണ്ട് ചെയ്ത് വെക്കാണ്. അടുപ്പിലുണ്ട് കേട്ടോ ചോറ്. അപ്പോൾ നമ്മളെ പണി ഒരുമിച്ചാണ്ട് തീർന്നോളും.
ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ട് എൻ്റെ കുക്ക് ചെയ്യലൊക്കെ. അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയും കൂടിയാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത്. എന്താണെന്ന് അറിയില്ല കേട്ടോ, അത് എന്നോട് വലിയ ഇഷ്ടമില്ല. ക്ലീൻ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ വീട് ഒരുക്കാൻ വേണ്ടിയിട്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ചെടികളുടെ കൂടെ കെയർ ചെയ്യില്ല, അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പിന്നെ ഇത് നമുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, എന്തായാലും ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ മടിയുള്ള പണി ഞാൻ ഫസ്റ്റ് ടൈം ചെയ്ത് വെക്കലാണ്. പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് എന്താ പറയുക, നല്ല മഴ തന്നെയാണ് കേട്ടോ, വെള്ളമുള്ള മഴ. അപ്പോൾ നമ്മൾ കുളത്തിലൊക്കെ വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞിരുന്നു. ഇപ്പോൾ അങ്ങനെ മഴ പെയ്തപ്പോൾ കൂടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോളിഫ്ലവർ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കും. അങ്ങനെയാണല്ലോ നമ്മൾ കോളിഫ്ലവർ എന്തായാലും ഒന്ന് മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊക്കെ ഒന്ന് തിളപ്പിച്ച് എടുത്തിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ കൂടുതൽ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വെന്തിട്ടുണ്ടാവും, ഒരു ഹാഫ് വേവായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വേഗം കണ്ട് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ അത് നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും മുളക് പൊടിയും പിന്നെ ഉപ്പിട്ടിട്ട് നമ്മൾ ഈ ഒരു കോളിഫ്ലവർ അങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ അങ്ങനെ സിമ്മിലിട്ടിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കൽ കേട്ടോ. അപ്പോൾ അങ്ങനെ കൂടുതൽ എണ്ണ ആവശ്യം ഉണ്ടാവില്ല. ആദ്യം ഓയിൽ നല്ല ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കും, എന്നിട്ട് നമ്മൾ സിമ്മിലാക്കിയിട്ട് എടുക്കും. അപ്പോൾ കുറച്ച് എണ്ണ അങ്ങനെ എല്ലോട്ടും ഒന്ന് ആക്കണ രീതിയിൽ ഞാൻ ഒഴിച്ചെടുക്കലുള്ളൂ. അതവിടെ അങ്ങനെ ഒന്ന് എന്താ പറയുക, ഫ്രൈ ആയി വരട്ടെ. പിന്നെ നമ്മൾ സാമ്പാറൊന്ന് കടുക് താളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ച് ഉണക്കമുളക് ഇട്ടുകൊടുത്ത്, പിന്നെ കറിവേപ്പിൻ്റെ ഇട്ടുകൊടുത്ത്, പിന്നെ ഞാൻ ഈ സാമ്പാർ പൊടി കുറച്ചിട്ടിട്ട് ഇങ്ങനെ എണ്ണയിൽ മൂപ്പിച്ചിട്ടാണ് സാമ്പാർക്ക് ഒഴിക്കട്ടെ. ഇനിയിപ്പോൾ ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ ചിക്കൻ മസാല ഇതുപോലെ എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ സാമ്പാർ പൊടിയൊക്കെ എണ്ണയിൽ മൂപ്പിച്ചിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നല്ല മണവും രുചിയൊക്കെ കൂടിട്ട സാമ്പാറിന്. അപ്പോൾ അത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ദോശ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ദോശമാവ് ഇങ്ങോട്ട് കറക്റ്റായിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം നമുക്ക് എല്ലാവർക്കും അല്ലേ. അപ്പോഴാണ് ഈ ദോശ നല്ല സോഫ്റ്റായിട്ടും ഒക്കെ കഴിക്കാനൊക്കെ നല്ല രസം. ഞാൻ കുറച്ച് കൂടുതൽ മാവ് അരച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴൊക്കെ ആവശ്യമുള്ളത് എടുത്തിട്ടുള്ളൂ. ഒരു ദോശയും ചുട്ടും കൊണ്ട് ഞാൻ ഇതാ വന്നിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഒന്ന് ഞായറാഴ്ച എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ മോൻ ഇതാ തോട്ടിക്ക് തന്നെ പോയിട്ടുണ്ട്, അവനോട് എത്തിയിട്ടില്ല. ഉമ്മ എണീറ്റിട്ടില്ല. എനിക്കിപ്പോൾ ഒരു കറക്റ്റ് സമയത്താണ് ഞാൻ ഫുഡ് കഴിക്കൽ, 8 മണി സമയത്ത് ഞാൻ കഴിക്കലുണ്ട്. അപ്പോൾ ഞാൻ ആരും ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ വേഗം കഴിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത്. അത് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിട്ട് റിലാക്സ് ആയിട്ട് കുക്ക് ചെയ്യുക, പിന്നെ നമ്മളൊരു സമാധാനത്തിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കുക, നമ്മുടെ പണികൾ ഇങ്ങനെ ആസ്വദിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ധൃതി പഠിച്ച് നമ്മൾ പണിയെടുക്കുമ്പോൾ ഒരു പണിയും അതിൻ്റെ ഒരു വൃത്തിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിൽ ചെയ്യാനോ നമ്മളെ കൊണ്ട് പറ്റൂല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് മെഷീനിൽ ഫസ്റ്റാണ് കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണ്. ഇനി ഉള്ളിൽ ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. അപ്പോൾ റൂമിൽ ഞാൻ പറഞ്ഞല്ലോ, കട്ടിൻ്റെ മുകളിൽ പൊടി ഞാൻ എപ്പോഴും ഉണ്ടാവില്ല. ഞാനിങ്ങനെ ഒരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുടച്ച് പോകും. കട്ടിൽ ഞാനിങ്ങനെ ഗ്യാപ്പ് ഇട്ട് കാണ്ടാണ് ഇടലിട്ട എല്ലായിടത്തും ഞാൻ അങ്ങനെ തന്നെ. അപ്പം നമ്മളിങ്ങനെ എല്ലാ സൈഡ് പോയിട്ട് നമുക്ക് തുടക്കാൻ വേണ്ടി പറ്റണം. മാറാല കെട്ടാനോ അല്ലെങ്കിൽ പൊടി വരാനോ ഒന്നും ചാൻസ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ പറഞ്ഞൊരു ഉണങ്ങിയ ക്ലോത്താണ് ഞാൻ എടുത്തത്. ജസ്റ്റ് ഇങ്ങനെ തുടച്ചിട്ട് പോയിട്ടുള്ളൂ, ഒരു 2 മിനിറ്റ് ഒന്ന് തട്ടിപ്പോയിട്ടുള്ളൂ. ഓടിച്ചിട്ടുള്ളൊരു തുടക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഗ്ലാസ് അൽമാര ഒക്കെ അതേപോലെ തന്നെയാണ് ചെയ്യൽ. നേരം വൈകിട്ട് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതിനൊന്നും സമയം കിട്ടലില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ എന്തായാലും നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട്. ഇന്ന് കുറച്ച് നേരം നമ്മൾ വൈകിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ എന്തായാലും എനിക്ക് സമയമുണ്ട് ഈ പണികളൊക്കെ ഇങ്ങനെ എടുക്കാനിട്ടാ. ഫ്രണ്ട് ഭാഗം വൃത്തിയാക്കി നമ്മൾ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കിയിട്ട് നമ്മൾ കുക്കിങ്ങിലൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ പണീൻ്റെ ഒരു ഐഡിയ നമ്മളടുത്ത് ഉണ്ടാവണം. എല്ലാ വീടുകളിലും ഇത്തരം പണികളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഒന്ന് ഭക്ഷണം ഉണ്ടാക്കണം, പിന്നെ അടിച്ചു വാരണം, തുടക്കണം, അലക്കണം, അതൊക്കെ തന്നെ എല്ലാ വീടുകളിലും ഉണ്ടാവുള്ളൂ. പക്ഷെ അതൊരുപാട് നേരം വെച്ചിട്ട് ഇങ്ങനെ ചിലരെടുക്കണതാണ്. അല്ലെങ്കിൽ ഒരു പണി എടുക്കുന്നത് അത് ഇരട്ടിപ്പണി ആവുന്ന രീതിയിലുള്ള പണി എടുക്കണവരുണ്ടാവുക. ചെയ്യണത് നല്ലൊരു വൃത്തിക്ക് ചെയ്യാതെ പരത്തിട്ടുകൊണ്ട് ചെയ്യണവരുണ്ടാവുക. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് പണി ഇങ്ങനെ കൂടുതലാവണം കേട്ടോ. അപ്പോൾ ചെയ്യുന്ന പണികൾ എപ്പോഴും നമ്മൾ ഒരു വൃത്തിക്ക് ചെയ്തു പോകാൻ വേണ്ടി പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കട്ടിൽ ഇങ്ങനെ വലിച്ചിട്ടിട്ട് നമ്മൾ ഇടണം എന്ന് പറഞ്ഞത് എന്തായാലും കട്ടിൻ്റെ സൈഡ് അടിഭാഗം 4 ഭാഗവും ഒക്കെ മൊത്തത്തിൽ അടിച്ചു വരാനൊരു സുഖമായിട്ട്. അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും അടിച്ചു വരുന്ന സമയത്ത്
കട്ടിൻ്റെ അടി നമുക്ക് അടിക്കാൻ വേണ്ടി പറ്റൂട്ടാ. അപ്പോൾ പൊടിയും കാര്യമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ വൃത്തി ഉണ്ടാവും. കട്ടിൻ്റെ അടിയൊക്കെ നമ്മൾ പ്ലെയിൻ ആക്കിയിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് പോയാൽ കുറേ വീടൊരു എന്താ പറയുക ഓർഗനൈസ്ഡ് ആയിരിക്കും. ഓരോ സാധനങ്ങൾ വെക്കാനും നമുക്ക് അതിൻ്റെതായ ഒരു സ്ഥാനം കൂടി കാണട്ടാ. പിന്നെ ഇങ്ങനെ ഞാൻ ഇത് ഇങ്ങനെ ശീലമായിക്കണം. ഈ ഒരു ശീലം വന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നാത്തുമാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ, ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇവരിങ്ങനെ തന്നെയാണ് ചെയ്യുക. അവരെ റൂം അവർ തുടക്കുമ്പോഴൊക്കെ നമ്മൾ തറവാട്ടിലൊക്കെ ആകുമ്പോൾ എന്താ പറയുക, ഒരു നാത്തുവിൻ്റെ കൂടെ കുറച്ചിൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു തറവാട്ടിലിട്ടാ. അപ്പോൾ അവർ പണിയെടുക്കുമ്പോൾ ഞാൻ അങ്ങനെ നോക്കൂട്ടാ, അവരെങ്ങനെയാണ് ഇങ്ങനെ പണി കാണുമ്പോൾ നമുക്കിങ്ങനെ നല്ല രസം അങ്ങനെ തോന്നിട്ടാ പണിയെടുക്കുന്നത് കാണുമ്പോൾ. ഒരു ഫാന് തുടക്കും, ടേബിൾ ഫാൻ എന്നിട്ടാണ് റൂമിൽ വെച്ചത്. പഴയ വീട് തറവാട് നമ്മൾ ഓടിട്ട വീടായിരുന്നു. അപ്പോൾ ടേബിൾ ഫാന്, ആ ഫാൻ വെക്കാനൊരു സ്റ്റൂള്, ജനൽ, പിന്നെ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഫസ്റ്റ് അവരിങ്ങനെ കാണാൻ തുടക്കണ്. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ കരുതും, എന്തിനാ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തുടക്കണ്, എന്നിട്ട് എന്തിനാ അപ്പോൾ അത് അടിയടിക്കണത്, ഇതിപ്പോൾ ഒന്നും തുടക്കേണ്ട ആവശ്യം ഇപ്പോൾ എന്താണെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. പിന്നെ ഇപ്പോൾ കുറേ കഴിഞ്ഞ് നമ്മളൊക്കെ ഒറ്റയ്ക്കായി നമ്മൾ ഇങ്ങനെ ഓരോ വീടും നമ്മളെ വീട് ഇങ്ങനെ നമ്മൾ കൊണ്ടെടുക്കുമ്പോഴാണ് മനസ്സിലായി അവിടെയൊക്കെ പൊടിയുണ്ട്. കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു അങ്കലാപ്പാണല്ലോ, അതൊക്കെ എന്തിനാ ഇങ്ങനെ പണിയെടുക്കണമെന്നൊക്കെ തോന്നും. ഞാൻ എടുക്കണതൊന്നും ഒന്നുമല്ല കേട്ടോ, അവർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ അന്തളിച്ചിങ്ങനെ പോട്ടാ. എത്ര സമയം നേരം പോയി കഴിഞ്ഞാൽ അവർ ചെയ്യണ പണി അവർ ചെയ്യാതിരിക്കലില്ല. എന്നും ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ബോക്സുകളും നമ്മളെ ഈ ജാറുകളുണ്ടാവില്ല, ഗ്ലാസിൻ്റെ ജാറുകളൊക്കെ ഉണ്ടാവില്ല, നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് വെച്ച് അതൊക്കെ തുടച്ച് ഇതാക്കി അതൊക്കെ ഇങ്ങനെ ഇരിക്കണത് ഇങ്ങനെ കാണട്ടെ. അങ്ങനെ വെട്ടിത്തിളങ്ങും എന്ന് പറഞ്ഞാൽ മരത്തേന് 10-50 വയസ്സ്. ഞാനീ പറഞ്ഞ ആൾക്ക് 10-55 വയസ്സൊക്കെ ഉണ്ട്. 3 ആളും അങ്ങനത്തെ ഉണ്ട്. വൃത്തിയുടെ കാര്യത്തിൽ ഒരു അപ്പീലും ഇല്ല. അപ്പോൾ അതൊക്കെ ഞാനൊന്നും അവരടുത്ത് കൂടെ പോയിട്ടില്ല എന്ന് പറയും. പക്ഷേ അതിനുള്ള നമുക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങനെ ശീലമായി പോയി കഴിഞ്ഞാൽ നമുക്കത് വയ്ക്കും. 3 നാത്തുമാരും ഇക്കാൻ്റെ മൂത്തതാണ് കേട്ടോ, 4മത്തതാണ് ഇക്ക ഉള്ളത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള പ്രായങ്ങളും കാര്യം. പക്ഷേ അവരെ കണ്ടു കഴിഞ്ഞാലോ പ്രായം തോന്നിക്കൂല, അവരെ ചുറുചുറുക്ക് കണ്ടു കഴിഞ്ഞാലോ നമുക്ക് നല്ല ഇഷ്ടമാണ് തോന്നട്ടോ. എടുക്കുന്നത് കാണുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ ഈ വൃത്തിയാക്കുന്നത് എനിക്കിഷ്ടമുള്ള കാരണം കൊണ്ടായിരിക്കും അവർ ചെയ്യണാകുമ്പോൾ എനിക്കും ഇഷ്ടം തോന്നുന്നത്. പിന്നെ അതിൽ നല്ല കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ ഞാനും ചെയ്യാൻ വേണ്ടി ശ്രമിക്കലുണ്ട് കേട്ടോ. ഇപ്പോൾ എടുത്തിട്ട് എനിക്കിപ്പോൾ അത് ഒരു ഇഷ്ടമായി മാറി, അതൊരു ശീലമായി മാറി. അങ്ങനെയാണ് നമ്മൾ. പിന്നെ അങ്ങനെ ഒരു വീട്ടിൽ അവരുടെ വീട്ടിലേക്കൊക്കെ ആരും എപ്പോൾ കയറി ചെന്നാലും ടെൻഷൻ ഇല്ല കേട്ടോ. എപ്പോഴും വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നുണ്ടാവുക. ഒന്നും പരത്തിയിടില്ല. അവർ വീട്ടിൽ ആളില്ലായിട്ട് ചെയ്യാണ്ടൊന്നുമല്ല കേട്ടോ, ഒന്നും പരത്തിയിടില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ അവരും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എത്ര നേരമായാലും അവരെ പണി കഴിഞ്ഞിട്ട് അവർ കുളിക്കുള്ളൂ. ഞാനങ്ങനെയല്ല. ഞാൻ നേരത്തെ എണീറ്റിട്ട് എൻ്റെ പണി വേഗം തീർത്തിട്ട് പെട്ടെന്ന് കുളിച്ചിട്ട് വൃത്തിയായിട്ട് നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. വൃത്തിയല്ല, അവരിനിപ്പോൾ നേരം വൈകിട്ടാണ് അവരെ പണി കഴിഞ്ഞിട്ടാണ് അവർ കുളിക്കണമെന്നുണ്ടെങ്കിൽ അവരെ കണ്ടാൽ ഭയങ്കര നീറ്റായിരിക്കും കേട്ടോ. അത് വേറെ കാര്യം. എന്തായാലും ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ എണീക്കുന്നത്. നേരത്തെ എണീറ്റുകൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ എണീക്കുക, നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോവുക ഒക്കെ. അപ്പോൾ ഇത് എൻ്റെ ജീവിതത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ആക്കിയത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് കാണാം, അതെല്ലാവരും ഹൈപ്പ് ചെയ്ത് വെക്കാൻ കേട്ടോ, മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ കമൻസിൻ്റെ സൈഡിലാണ് ഹൈപ്പ് വരിക. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കമൻസുകളൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.